വെൽക്കം യു ഓൾ ടു അനദർ വീഡിയോ. സോ ഈ വീഡിയോയിൽ ഇൻട്രസ്റ്റ് ആയ സബ്ജക്റ്റ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദാറ്റ് സബ്ജക്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു സ്പീക്ക്. ഓക്കെ, സോ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്ന് പറഞ്ഞാല് പ്രാർത്ഥന അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോവുക അല്ലെങ്കിൽ പ്രെയർ മീറ്റിംഗ്. നമ്മൾ ദൈവമക്കളാവുമ്പോൾ, നമ്മളൊരു വിശ്വാസികളാവുമ്പോൾ നമുക്കുള്ള ഒരു ഒരാഴ്ചയിലൊരു ബേസിക് കാര്യമാണ് കോട്ടേജ് മീറ്റിങ്ങിന് പോവുക, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോവുക, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുക എന്നൊക്കെ ഉള്ളത്. അത് എനി കൈൻഡ് ഓഫ് മീറ്റിംഗ്സ്, പ്രെയർ മീറ്റിംഗ്സ്, അതിന് പോണോ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ എന്നുള്ള വിഷയം നമുക്ക് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. യെസ്, ലെറ്റ്സ് സീ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചർച്ചിലൊക്കെ നടക്കുന്ന മീറ്റിംഗ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് യേശുവിനോട് കൂടെ വളരുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഓക്കെ, ബിക്കോസ് നമ്മളുടെ ഫുൾ ടൈം നമ്മൾ വെളിയിലാണ്. വെളിയിൽ മീൻസ് ജോലിയും പല സ്ഥലങ്ങളിലാണ്. ആൻഡ് ദെൻ വി ആർ ഓൾ ഗ്യാദറിങ്. നമ്മൾക്കൊരു കൂട്ടായ്മയിൽ വന്ന് ഗ്യാദറിങ് ചെയ്യുന്ന സമയമാണ് നമ്മൾ ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയും. പക്ഷെ ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള ഒരു ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കർത്താവ് അവിടെ തന്നിരിക്കുന്നത്. അപ്പം ഓരോ മീറ്റിങ്ങും ഒരു റിയൽ ആയിട്ട് ഒരു വിലപ്പെട്ട ഒരു വിഷയമാണ്. ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ദൈവത്തിൽ വളരുവാനുള്ള സമയമാണ് കർത്താവ് ഈ മീറ്റിങ്ങിനെ കൂടെ ഒക്കെ നമുക്ക് തരുന്നത്. അതെ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയ്ക്ക് കടന്നു വരുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ആക്ച്വലി നോക്കിയാൽ ഇപ്പൊ രാവിലെ തൊട്ട് നമ്മളുണ്ടായിരുന്ന നമ്മുടെ സ്ട്രെസ് ആയിട്ടുണ്ടെന്ന ലൈഫിൽ, അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ പോയ വിഷയങ്ങളോ, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ പല സാഹചര്യത്തിൽ പോകുമ്പോൾ ആ കൂട്ടായ്മയിൽ കിട്ടുന്ന ഒരു സന്തോഷം, നമ്മുടെ ദൈവമക്കളായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മുഖങ്ങളെ കാണുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. വന്നിരുന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പാട്ടുകൾ പാടുകയും ദൈവവചനം കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള കിട്ടുന്ന ഒരു അനുഭവം വേറെ ഒന്നിനുമില്ല. അതുകൊണ്ട് ഒരിക്കലും അതൊരു വേർത്തില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ജസ്റ്റ് ഒന്ന് പോകുന്നു എന്നല്ലേ ഉള്ളൂ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ഇവിടെ ഒരു ചാലഞ്ച് എന്ന് വെച്ചാല്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ചർച്ചകളൊക്കെ പല ഡേയ്സിലുമാണ് മീറ്റിംഗ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഒരു വ്യാഴാഴ്ചയാണ് നമുക്കൊരു കോട്ടേജ് മീറ്റിംഗ് വെച്ചോ. ഓക്കെ, അപ്പം നമ്മൾ വ്യാഴാഴ്ച ജോലി ചെയ്ത് വരുന്നു, ടയേർഡ് ജോലി, അപ്പം പല ടെൻഷൻ, അപ്പം ചില സമയം സ്കിപ്പ് ചെയ്യാന്, എന്നാ പിന്നെ ഇന്ന് ഞാൻ പോകണ്ട എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ നെക്സ്റ്റ് വ്യാഴാഴ്ചയും അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെ അത് കുറച്ച് കണ്ടിന്യൂ ആവുന്നു. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലി മെമ്പർ, ഹെഡ് ഓഫ് ദ ഫാമിലി ഇൻ ദ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഞാൻ ഇത് പോകാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല. 2 ആഴ്ചയായി 3 ആഴ്ചയായി പോകുന്നില്ല. അപ്പം ഇതിന് ഇമ്പാക്ട് എന്റെ വൈഫിനായിരിക്കാം, അതേ ഇമ്പാക്ട് എന്റെ കുഞ്ഞുങ്ങളായിരിക്കാം. അപ്പം അവരും ഞാൻ പോവാത്തത് കൊണ്ട് അവരും പോകുന്നില്ല. അപ്പൊ ഓവറോൾ ഇത് എല്ലാരെയും ഒന്ന് ഇമ്പാക്ട് ചെയ്യുന്ന വിഷയങ്ങൾ. പിന്നെ അതൊരു ഹാബിറ്റ് ആവും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തന്നെ ഒരു റീസൺ കണ്ടുപിടിക്കും. നമ്മൾ പറയും ഇന്ന് തലവേദനയാ, നമ്മൾ പറയും ഇന്ന് ക്ഷീണമാ, നമ്മൾ പറയും ഇന്ന് ഞാൻ ബിസിയാ, ഇന്ന് എനിക്ക് അവിടെ പോകണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വരും. നമ്മൾ ഒരിക്കലും എന്നാ പിന്നെ മീറ്റിങ്ങിന് പോകാതെ നമുക്ക് അവിടെ പോവാം. അങ്ങനെ മീറ്റിംഗ് പ്രയോറിറ്റി അല്ലാതെ ബാക്കി വിഷയങ്ങൾ നമുക്ക് പ്രയോറിറ്റി ആയി തീരും, ഇത് കണ്ടിന്യൂ ആയിട്ട് ഇത് നടക്കുമ്പോഴും. ഓക്കെ, പക്ഷെ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യേണ്ടത്? എങ്ങനെ ഓവർകം ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇന്ന് വ്യാഴാഴ്ച എന്ന് വെച്ചോളൂ. അപ്പൊ ഇന്ന് രാത്രിയാണ് നമ്മളുടെ ചർച്ചിൽ ഒരു മീറ്റിംഗ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ഗോളാണ് ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഞാൻ പോണം എന്നുള്ളൊരു ഗോളായിരിക്കും. അപ്പം ആ ഗോള് നമ്മളുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ ഇന്ന് മീറ്റിങ്ങിന് പോകണം, സെറ്റ് ചെയ്യുവാണെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ലൈഫിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതെ, നമ്മളൊരു ആ ദിവസത്തെ ചെയ്യുന്ന കാര്യങ്ങൾ, പോകുന്ന ഇടങ്ങള്, നമ്മള് സ്പെൻഡ് ചെയ്യുന്ന ഓരോ വിഷയങ്ങളും, ടൈം സ്പെൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അത് ഓർഡർ ആവും. ഓക്കെ, ഇന്ന് എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ഓർഡർ ആവും. അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മീറ്റിങ്ങിന് നമുക്ക് കടന്നു വരുവാനുള്ള ഒരു സാഹചര്യം ദൈവം സഹായിക്കും. സോ അങ്ങനെ നമ്മൾ തന്നെ ഈ സാഹചര്യം ഒരുക്കുമ്പോൾ, ആ സമയമാകുമ്പോൾ നമ്മൾ മീറ്റിങ്ങിന് കൂട്ടായ്മയ്ക്ക് പോകുന്നു, കൂട്ടായ്മ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, വചനം കേൾക്കുന്നു. അത് നമ്മളെയും നമ്മളുടെ പിള്ളേരെയും വൈഫിനെയും ഹസ്ബൻഡിനെയും അച്ഛനും അമ്മമാരെ എല്ലാവരും ഇതിനെ ഇമ്പാക്ട് ചെയ്യും. അപ്പൊ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇത് വരുമ്പോൾ, ഇത് എന്റെ പിള്ളേർക്കോ ഇല്ല എന്റെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സിനോ ഇത് പറയണ്ട. ഇത് നമ്മളുടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു സോളിഡ് സ്ട്രോങ് ക്രിസ്ത്യൻ ബിലീവർ ആയിട്ട് നമുക്ക് ഒരു കർത്താവിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ജീവിക്കുവാൻ പറ്റും. ചിലര് പറയും എനിക്ക് മീറ്റിംഗിന് പോകേണ്ട ആവശ്യമുണ്ടോ, എനിക്ക് വീട്ടിൽ ഇരുന്നാലും ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ലേ,
അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നാലും ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാനും എല്ലാം പറ്റുമല്ലോ എന്നൊക്കെ നമ്മളിൽ പലരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പ്രാർത്ഥന ദൈവം കേൾക്കും, ഉറപ്പാണ്. പക്ഷെ കൂട്ടായ്മ, കർത്താവിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, the days are approaching, ലൈക്ക് ദൈവത്തിന്റെ വരവ് അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ അധികമായി ഇത് ചെയ്യണം, അധികമായി കൂടി വരണം, അധികമായി കൂടി ഇരുന്ന് കർത്താവിനെ ആരാധിക്കുകയും മോശപ്പെടുത്തുകയും വചനം കേൾക്കുകയും ഒക്കെ നമ്മൾ ചെയ്യണം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡും നമ്മളുടെ ആഗ്രഹങ്ങളും എല്ലാം ചേഞ്ച് ആവും. അപ്പം ഇത് നമ്മളെ മറ്റുള്ളവരെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. വേറെ ഒരു ആര് വേണമെങ്കിലും അവരെയും കൂട്ടായ്മയ്ക്ക് വരാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ ട്രെൻഡ് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒരാളെ കൊണ്ടുപോകാനും നമ്മുടെ കൊലീഗോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമായിരിക്കും, നിങ്ങൾ എന്റെ ദിവസം എന്ത് ചെയ്യുക? അപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ പ്രേയറിന് പോകുന്നു, നമ്മുടെ മീറ്റിംഗ്. അപ്പൊ അവർ വേണമെങ്കിൽ ചോദിക്കുന്നേ പ്രേയറോ, എന്താണ് നിങ്ങളുടെ പ്രേയർ? അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുക്കാനും സാധിക്കും. നമുക്ക് അന്നേരം അവിടെ പറയാൻ പറ്റും, ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാനൊരു ദൈവപൈതലാണ്, ഞാനിങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് പോകുന്നു. അങ്ങനെ അടുത്ത ലെവല് നമുക്ക് അവരെയും കൊണ്ടുപോകാൻ പറ്റും. യെസ്, അപ്പം ഇത് എല്ലാരെയും ഇമ്പാക്ട് ചെയ്യുന്ന വിഷയമാണ്. ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനം അവർ ഫാമിലി, ചിൽഡ്രൻ, സൊസൈറ്റി, സറൗണ്ടിങ്സ് എല്ലാവരും ഇമ്പാക്ട് ചെയ്യുന്ന വിഷയമാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ടെൻഷൻ ആണെങ്കിലും ഇല്ലെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും ഫസ്റ്റ് ഈസ് കൂട്ടായ്മ, ഫസ്റ്റ് ഈസ് മീറ്റിംഗ്. ഇഫ് ദാറ്റ് കണ്ടിന്യൂസ് it will be really blessing for all of us. Yes, thank you. Thank you. Bless you all.